ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്രൈസി ടോക്സ് വിത്ത് മീ. അപ്പോൾ നമ്മളിന്ന് ചന്ദ്രനെ കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണല്ലേ ചന്ദ്രൻ. ഇംഗ്ലീഷിൽ നമ്മൾ മൂൺ, ലൂണ എന്നൊക്കെ പറയുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് ശരാശരി 3,84,403 കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ വ്യാസത്തിൻ്റെ ഏകദേശം ഒരു 30 മടങ്ങ് വരും കേട്ടോ ഈ ദൂരം എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യ ടുഡേ മലയാളം ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് ചന്ദ്രൻ ഓരോ വർഷവും ഭൂമിയിൽ നിന്ന് 3.8 സെൻറ്റിമീറ്റർ അകലുന്നുണ്ട്. ചന്ദ്രൻ സ്വയം തിളങ്ങുന്നില്ലാതെ സൂര്യൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ചന്ദ്രൻ സ്വയം ഭ്രമണം ചെയ്യുന്നതിനും ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതിനും ഒരേ സമയമെടുക്കുന്നതിനാൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ എപ്പോഴും നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുള്ളൂ കേട്ടോ. റോയൽ മ്യൂസിയം ഗ്രീൻവിച്ച് പറയുന്നതനുസരിച്ച് ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തിയിട്ടുമുണ്ട്. ഭൂമിയിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ പോലെ തന്നെ ചന്ദ്രനിലും ഭൂകമ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ പ്രതിഭാസത്തെ നമ്മൾ ചന്ദ്ര ഭൂകമ്പങ്ങൾ എന്നും പറയാറുണ്ട്. മറ്റൊരു ചെറുഗ്രഹവുമായി ഭൂമിക്ക് സംഭവിച്ച കൂട്ടിയിടിയുടെ ഫലമായി രൂപപ്പെട്ട അവശിഷ്ടങ്ങളിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ചന്ദ്രനിലുള്ള ഒരു നിരീക്ഷകന് ഭൂമിയിൽ നിന്ന് കാണുന്നത് പോലുള്ള സൂര്യഗ്രഹണം ദൃശ്യമാവില്ല. പകരം ഭൂമിയുടെ പൂർണ്ണ സൂര്യഗ്രഹണം അവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഭൂമിയിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഭാരത്തെ അപേക്ഷിച്ച് ചന്ദ്രനിൽ നിങ്ങളുടെ ഭാരം വളരെ കുറവായിരിക്കും. വിക്കിപീഡിയ വിശദീകരിക്കുന്നത് പോലെ ചന്ദ്രൻ ഇല്ലെങ്കിൽ ഭ്രമണപഥം ഉണ്ടാകുകയില്ല കേട്ടോ. ചന്ദ്രൻ ഭൂമിക്ക് വളരെയധികം സഹായിക്കുന്നത് കാരണം ഭൂമിക്ക് സുസ്ഥിരമായ ഭ്രമണപഥം നിലനിർത്താൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രദിനം എന്നാണെന്നും നമ്മുടെ ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയത് ആരാണെന്നും അറിയുന്നവർ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വൺസ് അഗൈൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.